ഇതാണ് സോളാർ വാട്ടർ ഹീറ്റർ. ഇതിനെക്കുറിച്ച് വലിയ കാര്യത്തിലൊന്നും പറഞ്ഞാൽ അറിഞ്ഞുകൂടെങ്കിലും ഒരു ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്നെന്ന് വിചാരിച്ചാണ് എടുത്തത്. ഇതാണ് സോളാർ പാനൽ. ഇത് സൂര്യൻ്റെ ലൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യും. അതെല്ലാം ഇത് ഈ ടാങ്ക് ഇതിൽ നിന്ന് ഉയർന്ന് വേണം നിൽക്കാൻ. ഈ ഒരു ലെവലിൽ വേണം എപ്പോഴും സോളാറിൻ്റെ ടാങ്ക് നിൽക്കാൻ. ഇതിൽ നിന്നൊരു ഔട്ട് ഇതിൽ വേണം. ഈ ടാങ്ക് ഫില്ലായി ഇത് ഫില്ലാവണം. ആ രീതിയിൽ വേണം ഇത് എപ്പോഴും ചെയ്യാൻ. അതുപോലെ തന്നെ ആ ടാങ്കിൻ്റെ ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ എയർ നിൽക്കേണ്ടത്. പിന്നെ വേറെ വലിയ രീതിയിലൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഔട്ട്. ഈ ഭാഗത്ത് ഔട്ട് നമ്മൾ ബാത്റൂമിലോട്ട് പോയിരിക്കുന്ന ലൈനിലെല്ലാം ചാർജ് ചെയ്യണം. ആ ടാങ്കിൽ നിന്ന് വരുന്ന ഒരു ഇൻലെറ്റ് അത് ഈ സൈഡിലായിട്ടും ചാർജ് ചെയ്യണം. അങ്ങനത്തെ എല്ലാവരും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായി ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതെല്ലാം ട്യൂബും കാര്യങ്ങളെല്ലാം കമ്പനിക്കാരാണ് സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്ത് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ടാങ്കിൽ നിന്ന് വരുന്ന ഔട്ടിന് ഒരു NRV യൂസ് ചെയ്യും. അതാണിത്. ഇൻ കേസ് വാട്ടർ ഈ സാധനം വല്ല കംപ്ലയിൻറ്റ് വന്ന് തിരിച്ച് ഇതിനകത്തൂടെ വെള്ളം ടാങ്കിലോട്ടുള്ള പൈപ്പിൽ കയറരുത്. കാരണം ഇത് ഇങ്ങോട്ടുള്ള PVC ആയതുകൊണ്ട് അതിന് സാരമായി ബാധിക്കും. പിന്നെ വാട്ടർ ഇതിന് ഹീറ്ററായിട്ടുള്ള വാട്ടറിനുള്ള ഒരേ ഒരു ബ്ലോക്കിംഗ് സിസ്റ്റമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ വാൽവ്. സോളാർ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ വാൽവ് തന്നെ അടയ്ക്കേണ്ടി വരും. സോളാർ പിന്നെ ഇത് 200 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വയ്ക്കുന്നത് 500 ലിറ്റർ ടാങ്കാണ് ഇപ്പോൾ ഇതിന് ഓൾറെഡി വയലിൽ വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഇത് കണക്കാണ് ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്താണ് വയ്ക്കാറ്. ചെറിയ വീഡിയോ ആണ്, ആദ്യമായിട്ട് കണ്ടാണ്. ഒരു വിറയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്ഷമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള കാര്യത്തിൽ ഇത് ക്ലിക്കാവുന്നുണ്ടെങ്കിൽ അടുത്തോടെ തന്നെ നല്ല നല്ല വീഡിയോകൾ ഇറക്കാൻ ശ്രമിക്കുക.